ഹായ്, ദൃശ്യം 3 OTT-യിൽ എത്തുകയാണ്. അതായത് ആമസോൺ പ്രൈമിലൂടെ 18-ാം തീയതി ദൃശ്യം 3 നമ്മൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ OTT ഡീലാണ് നടന്നിരിക്കുന്നത്. അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ തുകയ്ക്കാണ് ദൃശ്യം 3 OTT-യിൽ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. സിനിമ ഇതിനോടകം തന്നെ അതായത് ബിസിനസ്സും കളക്ഷനും ചേർത്ത് 330 കോടി ആയിട്ടുണ്ട് എന്നുള്ളത് ഒഫീഷ്യലായി തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ അനൗൺസ്മെന്റിന് ശേഷമുള്ള കരച്ചിലുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വീഡിയോ ഞാൻ അതിനെതിരെ ചെയ്തു, ഇനി ചെയ്യാൻ വയ്യ. ആ കരച്ചിലുകൾ ഇനിയും ഉണ്ടാവും. സിനിമാ കാഴ്ച നവാസിന്റെയും അതുപോലെ തൃശ്ശൂർക്കാരൻ ദാസപ്പന്റെയും ഒക്കെ കരച്ചിലുകൾ വലിയ രീതിയിൽ ഒച്ചത്തിൽ വരുന്നുണ്ട്. അവരുടെ സങ്കടം കരഞ്ഞു തീർക്കട്ടെ. അതുപോലെ തന്നെ ഖലീഫ പൃഥ്വിരാജ് നായകനാവുന്ന സിനിമ ഓഗസ്റ്റ് 20-നാണ് സിനിമ റിലീസാവുന്നത്. ഈ സിനിമ 2 പാർട്ടായിട്ടാണ് വരുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യ ഭാഗത്തിൽ പൃഥ്വിരാജാണ് നായകൻ എങ്കിൽ രണ്ടാം ഭാഗം ലാലേട്ടനെ വെച്ചാണ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്തിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഷൂട്ടും കഴിഞ്ഞു. അതായത് ഖലീഫ എന്ന സിനിമയിൽ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ലാലേട്ടന്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഖലീഫയിൽ 5 മിനിറ്റിൽ താഴെയുള്ള വേഷം മാത്രമാണ് ലാലേട്ടൻ ഉണ്ടാവുക എന്നുള്ളതാണ് മുൻപ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ പറയുന്നു കുറച്ചുകൂടി രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ കാണിക്കാൻ പോകുന്നു. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. അത് പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ ലാലേട്ടന്റെ രംഗങ്ങൾ കൂടി ചിത്രീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരാദ്യം ഉദ്ദേശിച്ചത് 5 മിനിറ്റിന് താഴെയുള്ള രംഗങ്ങളാണ്. ആ ഭാഗങ്ങൾ മുൻപ് തന്നെ ലാലേട്ടൻ അഭിനയിച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പോ പാട്രിയറ്റ് എന്ന സിനിമയുടെ പരാജയം പല ആൾക്കാരുടെയും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പാട്രിയറ്റ് പരാജയപ്പെട്ടു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പ്രൊഡക്ഷൻ ടീം കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി ലാലേട്ടന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഖലീഫ ആദ്യ ഭാഗം വിജയിച്ചാൽ മാത്രമേ രണ്ടാം ഭാഗം ഉണ്ടാവുകയുള്ളൂ എന്ന്. കാരണം വലിയ ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. വൈശാഖിന്റെ ഒരു സ്വപ്നമാണ് രണ്ടാം ഭാഗം. വൈശാഖ് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കാണാത്ത രീതിയിലാണ് ആ സിനിമ ഒരുക്കാൻ പോകുന്നത്. മലയാള സിനിമ ഇതുവരെ ചിന്തിക്കാത്ത കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പരിപാടിയാണ് പിടിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഖലീഫയിൽ ലാലേട്ടൻ കുറച്ച് ദിവസം കൂടി അഭിനയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. തീർച്ചയായും സിനിമയുടെ ഹൈപ്പ് വലിയ രീതിയിൽ ഉയരും എന്നുള്ളതിൽ സംശയമില്ല. സിനിമ മികച്ചതാണെങ്കിൽ ഗംഭീര കളക്ഷനും നേടിയെടുക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.